ഹമാസ് ബന്ദിയാക്കിയ യുഎസ് പൗരൻ ഈഡൻ അലക്സാണ്ടറെ മോചിപ്പിച്ചു. ഹമാസ് കസ്റ്റഡിയിൽ ജീവനോടെ അവശേഷിച്ച ഏക വിദേശ പൗരനാണ് അലക്സാണ്ടർ. ഗാസ ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക നീക്കമാണ് അലക്സാണ്ടറുടെ മോചനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് അലക്സാണ്ടറുടെ മോചനം നടന്നത്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. അഞ്ജന, ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹമാസ് ഈഡൻ അലക്സാണ്ടറെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഖത്തർ വഴി അറിയിക്കുകയായിരുന്നു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒരു മധ്യസ്ഥതയാണ് നിലവിലുള്ളത്. പക്ഷേ ഈജിപ്ത് അധിക കാര്യക്ഷമമായി മധ്യസ്ഥ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എങ്കിൽ കൂടി ഇക്കാര്യത്തിലും ഈജിപ്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസ് ബന്ദികളാക്കിയ അവസാന 59 പേരിൽ, അതായത് നേരത്തെ ഒക്ടോബർ 7 ബന്ദിയാക്കിയവരിൽ ബാക്കി വരുന്ന 59 പേരിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു കൈമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ 59 പേരിൽ 25 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ചില സ്വീകാര്യമായ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. 5 പേർ അതിൽ വിദേശികളായിരുന്നു, അമേരിക്കൻ പൗരത്വമുള്ളവരുണ്ടായിരുന്നു. ആ 5 പേരിൽ അവസാനത്തെ വ്യക്തിയാണ് ഈഡൻ അലക്സാണ്ടർ എന്ന ഒരു സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ടെങ്കിൽ കൂടി അത്തരത്തിലൊരു സൂചനയാണ് കുറെ കൂടി വിശ്വസനീയമായി നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ഇസ്രായേൽ ടെലവീവിൽ ജനിച്ച അമേരിക്കയിൽ പഠിച്ചു വളർന്ന ഇസ്രായേലിൽ സൈനിക സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ സൈനിക സേവന വേളയായിരുന്നു, ആ അതിർത്തിയിൽ സൈനിക സേവന വേളയിലാണ് ഒക്ടോബർ 7 ഇദ്ദേഹത്തെ പിടികൂടുകയും ബന്ദിയാക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം, കേവലം ഒരു ബന്ദിയുടെ മോചനം എന്നതിനപ്പുറം അമേരിക്കൻ പ്രസിഡന്റ് സൗദി അറേബ്യയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മോചനം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഒരു സന്ദേശമുണ്ട് ഈ മോചനത്തിന്. തുടർന്നും വെടിനിർത്തൽ കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഒരു സമാധാനത്തിലേക്കും നീങ്ങുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളുടെ ഒരു ആദ്യ സൂചനയായി, അല്ലെങ്കിൽ ഒരു സൈനായി തന്നെ ഇതിനെ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യം. അതിന് രാഷ്ട്രീയ പ്രാധാന്യവും സ്വാഭാവികമായുണ്ട്. ഹമാസ് ഈ ആക്രമണത്തിന്റെ വഴിയിൽ നിന്നും സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരണമെന്ന നിലപാട് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ മറ്റു നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുകയും അതിനെ ആ സൂചനയിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് ഹമാസ് പോയി തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മോചനം എന്നതാണ് ഈ മോചനത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിഷയമായി ഉയർന്നു വരുന്നത്.